എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടെ തന്നേക്കണം. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് പെൺകുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സെലിബ്രിറ്റി ആയാലും സെലിബ്രിറ്റി അല്ലാതെയുള്ള ആളുകളായാലും ശരി തന്നെയാണ്. ശരിക്കും ഒരു വിവാഹം പോലുള്ള ഫംഗ്ഷനുകളിലൊക്കെ പോകുമ്പോൾ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കണം എന്ന് പോലും ബോധമില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പുച്ഛം മാത്രം, അതല്ലാതെ വേറൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ അവർ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്? കുറച്ചെങ്കിലും അവരുടെ ശരീരഭാഗങ്ങൾ വൃത്തിയായിട്ട് ഇരിക്കുക. മറ്റുള്ളവരെ കൂടുതലും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഡ്രസ്സ് ധരിക്കേണ്ടത്. ആരും കാണാതെ അകത്തേക്ക് മറച്ചു വെക്കാനുള്ള സംഭവങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു വ്യക്തി ഡ്രസ്സ് ധരിക്കേണ്ടത്. അല്ലാണ്ട് ഡ്രസ്സ് ധരിച്ചു, പേരിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ധരിച്ചു എന്നുള്ളൊരു പേരും, എന്നാൽ എല്ലാവരും കാണേണ്ടതെല്ലാം എല്ലാവരും കണ്ടുകൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് വളരെ മോശം എന്നല്ലാതെ വേറൊന്നും അതേക്കുറിച്ചിട്ട് പറയാനില്ല. ശരിക്കും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ കുറച്ചധികം ആളുകൾ വന്നിട്ട് പറയും, ദേ കുലസ്ത്രീ വന്നിരിക്കുന്നു എന്ന്. നിങ്ങളൊക്കെ എന്ത് കോപ്പ് പറഞ്ഞാലും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലും ഉണ്ട്, എനിക്കും ഉണ്ട്, മകളുണ്ട്, നമ്മുടെ ചുറ്റുപാടും പെൺകുട്ടികൾ ഒരുപാടുണ്ട്. നമ്മൾ സിറ്റിയിലോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് കുട്ടികളെ കാണുന്നുമുണ്ട്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ പണ്ടത്തെ പോലെ സൽവാർ കമ്മീസും അതുപോലെ തന്നെ പട്ടുപാവയുടെ ഉടുപ്പൊന്നും ധരിച്ച് നടക്കണമെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്ന് കരുതി ശരീരഭാഗങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാവണം ഒരു വ്യക്തി വസ്ത്രം ധരിക്കേണ്ടത്. അല്ലാണ്ട് ഞാനെല്ലാം മറച്ചു വെച്ചു എന്നുള്ള ഒരു പേരും എടുത്തിട്ടിട്ട് എല്ലാം തുറന്നു കാട്ടി നടക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അധികം ബോറായിട്ട് ഉള്ള ഒരു കാര്യമാണ്. എന്തായാലും ഞാൻ ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് വെച്ച് തരാം. അതൊരു വിവാഹ ഫംഗ്ഷനിലേക്ക് ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുള്ളിക്കാരത്തി ഭയങ്കര സെലിബ്രിറ്റിയൊക്കെയാണ്. ഒരുപാട് വിവാദങ്ങളിലൂടെയൊക്കെ വൈറലായി വന്ന ഒരു താരമാണ്. താരമെന്നൊന്നും പറയാനായിട്ട് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നതിനോട് ഒട്ടും താല്പര്യമുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും സെലിബ്രിറ്റി എന്നൊന്നും പറയുന്നില്ല. കാരണം സെലിബ്രിറ്റി ആണ് എന്ന് പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ഇന്ന് ഉടുതുണി ബഹിഷ്കരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കണ്ണുവെട്ടത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ രേണു സുധി, ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം. ഒരു വിവാഹ ഫംഗ്ഷനിൽ പോകുമ്പോൾ ഏത് തരം വസ്ത്രം ധരിക്കണം എന്ന് പോലും ബോധമില്ലാത്ത ഒരു തലമുറയായി പോണല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ചിരിയാ വരുന്നത്. ശരിക്കും ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ഭയങ്കരമായിട്ട് വിദ്യാസമ്പന്നമായ കേരളം എന്നൊക്കെയാണ് പല ആളുകളും തള്ളിയിടുന്നത്. ശരിക്കും എന്ത് വിദ്യയാണ്? വിദ്യ കൂടിയതിലുള്ള കുഴപ്പമാണ് കേരളത്തിലെ പിള്ളേർക്ക് അത്രയും ഉള്ളതെന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാവരുടെ കാര്യമൊന്നും പറയുന്നില്ല. ഒരുപാട് കുട്ടികൾ സ്ക്രാച്ച് പാൻറ് ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, ക്രോപ്പ് ടോപ്പ് ഇടുന്നുണ്ട്. ഇതിലൊന്നും നമ്മൾ ഒരു തെറ്റും പറയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ മോഡേൺ ആയിട്ട് പിള്ളേർ ചിന്തിക്കുന്നതിൽ നമ്മൾ ഒരു തെറ്റും പറയുന്നില്ല. ഇതൊക്കെ എല്ലാവരും ധരിക്കുന്ന വസ്ത്രം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അതുപോലൊരു വസ്ത്രമാണോ ഈ ഒരു പെണ്ണിട്ടിരിക്കുന്നത്? ഈ ഒരു പെണ്ണിൻ്റെ വീഡിയോസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇതുപോലെയുള്ള കോലങ്ങളാണ്, കാട്ടിക്കൂട്ടലുകളാണ്. വസ്ത്രമുണ്ട് എന്ന് കാട്ടിക്കൂട്ടുക, എന്ന വസ്ത്രമില്ലേ? ഇല്ല. ഉണ്ടോ? ഉണ്ട്. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു പ്രഹസനമാണ് ഈ പെൺപിള്ളേരൊക്കെ കാണിച്ചു വെക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ഇവരുടെ പാരൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. സ്വന്തം മക്കൾ ഇതുപോലെയൊക്കെ ഉടുതുണി അല്പവസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ഇവർക്കൊക്കെ അഭിമാനമാണോ അപമാനമാണോ തോന്നുന്നത് എന്ന് എനിക്കറിയില്ല. ശരിക്കും അവർക്ക് അഭിമാനമായിരിക്കാം, അല്ലെങ്കിൽ അവർ പറയില്ലേ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോകണമെന്ന് പറയില്ലേ? എന്തായാലും ഒരു വീഡിയോ ക്ലിപ്പ് കൂടി കണ്ടിട്ട് വരാം.
അപ്പോൾ ഈ പെണ്ണിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഒരുപാട് എണ്ണം ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലാവണമെങ്കിൽ വസ്ത്രം കുറയ്ക്കണം എന്നുള്ള ആ ഒരു ധാരണയിൽ ജീവിക്കുന്ന ഒരുപാട് വൈറസുകളുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറക്കാൻ നിവൃത്തിയില്ല. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആറ്റം ബോംബുകളെയാണ് കാണുന്നത് മൊത്തം. ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഒരുപാട് എണ്ണം ഉണ്ട്. മുതുകിളവികൾ വരെയുണ്ട്. മുതുകിളവികൾ. ഈ മുതുകിളവികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിന് റീച്ച് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്നത് പോലെ തന്നെ പിന്നെ വ്യൂസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ശരിക്കും ചില മുതുകിളവികളുടെ വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം. ഈ കിളവികളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ കോലങ്ങൾ കണ്ടിട്ട് ആളുകൾ ചാനലിലേക്ക് കയറും. അപ്പോൾ കയറുമ്പോഴത്തേക്ക് കിട്ടുന്ന വ്യൂസാണ് ഇവർക്ക് ആവശ്യം. പക്ഷേ നാണം കെട്ടുണ്ടാക്കുന്ന ഈ വ്യൂസ് കൊണ്ട് എന്ത് പ്രയോജനമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു കിളവിയുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ കിളവിയുടെ ചാനലിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ അമ്പേ പരാജയം. ഇവർക്ക് കേൾക്കുന്ന തെറിവിളി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു മനുഷ്യർക്കും കമൻറ്റ് ബോക്സിൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ തല കറങ്ങിപ്പോവും. ശരിക്കും വലിയ മക്കളൊക്കെ ഉള്ള സ്ത്രീയാണ്. പക്ഷേ ഈ കാട്ടിക്കൂട്ടുന്ന അപരാധത്തിന് ഇവരുടെ ചാനലിലെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കാനുള്ള മര്യാദ പോലും ഇല്ല. എന്ത് ധൈര്യത്തിലാണ് കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ചിട്ട് ഈ പുഴുത്ത അപരാധങ്ങൾ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഭർത്താവെന്ന് പറയുന്ന ഒരു ഉണ്ണാക്കമാടനുണ്ട്, പക്ഷെ ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് ഇവളൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചുമ്മാതിരുന്ന് മിണിങ്ങി ഇറക്കാലോ. അന്തസ്സായിട്ട് ജോലിക്കൊക്കെ പോകുന്നെങ്കിൽ ചിലപ്പോൾ വിയർപ്പ് പൊടിയും ശരീരത്ത്. ഇതാകുമ്പോൾ AC റൂമിലിരുന്ന് സമയാസമയം വാ തുറക്കുക, കൈവാക്കിയത്തോട്ട് പോവുക, മിണിങ്ങി ഇറക്കുക. ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പെണ്ണും പിള്ള ഇതുപോലെ തുള്ളിച്ചാടിയിട്ടാണെങ്കിലും അർത്ഥനഗ്നാംഗിയായിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കിക്കോളും. അപ്പോൾ എന്തായാലും ഇതുപോലെ കുറേ നാണം കെട്ടവന്മാരും ഉണ്ട്. ഇതൊക്കെയാണ് ഇതുപോലെയുള്ള പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നല്ലൊരു നമസ്കാരം കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.